നമസ്കാരം, ഞാൻ ഡോക്ടർ നവനീത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റീസിനെ കുറിച്ചിട്ടാണ്. ഡയബറ്റീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളികൾക്കിടയിൽ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം പോലും ഇല്ല. കാരണം നമ്മൾ അത്രയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് പേര് ഡയബറ്റീസ് ഉള്ളവരുണ്ട് താനും. പക്ഷേ ഇപ്പം അടുത്ത കാലത്ത് ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരിൽ ഡയബറ്റീസ്, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്ര അറിവുള്ളൊരു സൊസൈറ്റി ആയിട്ടും എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മുടെ അറിവുകൾ തെറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഡയബറ്റീസിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് മലയാളികൾക്ക് ധാരണ വളരെ കുറവാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇതിൽ 4 പ്രധാനപ്പെട്ട പില്ലേഴ്സ് ഉണ്ട്. 4 പില്ലേഴ്സും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പില്ലേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഡയറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഭക്ഷണം തന്നെയാണ്. എന്താണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ നമ്മൾ അപ്പം തന്നെ പറയും, രാത്രിയിൽ ചോറ് കഴിക്കാൻ പാടില്ല, പഞ്ചസാര കഴിക്കാൻ പാടില്ല, ചായയിലോ കാപ്പിയിലോ ഒക്കെ ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് കുടിക്കുന്നത് ഒഴിവാക്കണം. പിന്നെ ഈ കൊക്കക്കോള പോലെയുള്ള ശീതള പാനീയങ്ങൾ, വളരെയധികം പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാക്ക്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഒഴിവാക്കണം. ഇതിനപ്പുറത്തേക്കുള്ള ഒരു ധാരണ, പ്രത്യേകിച്ച് വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്ത് ഒഴിവാക്കണം, എന്ത് കഴിക്കണം എന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്കില്ല. ഞാനിന്ന് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഭക്ഷണത്തെയും, ഓരോ ധാന്യത്തെയും, ഓരോ പച്ചക്കറിയും, ഓരോ പഴത്തെയും ശാസ്ത്രീയമായിട്ട് കഴിക്കാമോ കഴിക്കാൻ പാടില്ലയോ എന്നുള്ളത് ലിസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സയന്റിഫിക് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര വേഗത്തിലാണ് ബ്ലഡിലേക്ക് ആ ഷുഗർ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, എത്ര വേഗത്തിലാണ് അതിനെ ഹൈ ലെവൽ ഷുഗറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് അരിയാണ്, അല്ലെങ്കിൽ വെളുത്ത അരി എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയണം, ബ്രൗൺ റൈസ് അല്ല. വെളുത്ത അരികൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണമാണെന്ന് നമ്മൾ പറയും. നമ്മൾ കേവലം ഗ്ലൈസെമിക് ഇൻഡെക്സ് മാത്രം വെച്ചിട്ടാണ് എല്ലാ ഭക്ഷണത്തെയും തരംതിരിക്കാറ്. പക്ഷെ ഇതത്ര ശാസ്ത്രീയമാണെന്ന് പറഞ്ഞുകൂടാ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു സയന്റിഫിക് ടേം ഉണ്ട്, ഗ്ലൈസെമിക് ലോഡ്. ഈ ഗ്ലൈസെമിക് ലോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആണെന്ന് പറയാം. കാരണം ഒരു ഭക്ഷണത്തിൽ എത്ര പഞ്ചസാര ഉണ്ട് എന്നുള്ളത് കണക്കാക്കുന്നതിന് പകരം അസ് എ വോൾ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സമയം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയി നിൽക്കും എന്നുള്ളതാണ് അതിൽ പരിശോധിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് എത്ര ലോഡ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ഓർമ്മിക്കാം. സയന്റിഫിക് ആയിട്ടല്ല പറയുന്നത്, വെറുതെ ഓർമ്മിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഗ്ലൈസെമിക് ലോഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് കിടക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തണ്ണിമത്തൻ, അല്ലെങ്കിൽ വാട്ടർ മെലോൺ നമ്മൾ വിളിക്കുന്ന, വത്തക്ക എന്നൊക്കെ വിളിക്കുന്ന തണ്ണിമത്തൻ. വാട്ടർ മെലോണിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 80 ആണ്, 80 മീൻസ് വളരെ ഹൈ ആണ്. അത് ചോറിൻ്റെത് അല്ലെങ്കിൽ അരിയുടേത്, ഞാൻ അരി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, വൈറ്റ് റൈസ് എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടതാണ്. വെളുത്ത അരിയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഏകദേശം 72ആണ്. 72, 75. ഇപ്പം നമ്മുടെ വേവ് കുറഞ്ഞ അരികൾക്ക് കുറച്ചും കൂടി കൂടും. പക്ഷെ എന്നാലും 70, 75 റേഞ്ചിലാണ് അതിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കിടക്കുന്നത്. പക്ഷെ വാട്ടർമെലോണിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഇതിലും ഹൈ ആണ്. 80, 85 വരെയൊക്കെ അത് പോകും. പക്ഷെ വാട്ടർമെലോണിന്റെ ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയുന്നത് വെറും 5ആണ്. അത് വളരെ കുറവാണ്. ഇപ്പൊ ഗ്ലൈസെമിക് ലോഡിന് 3 കാറ്റഗറീസ് ഉണ്ട്: ഗ്രീൻ, ഓറഞ്ച്, റെഡ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, അധികം പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ഉയർത്താത്ത കാറ്റഗറിയാണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം, പക്ഷെ എന്നാലും അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാറ്റഗറിയാണ്. റെഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കാറ്റഗറിയാണ്. അപ്പോൾ തണ്ണിമത്തൻ ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ കാറ്റഗറിയിലാണ് പെടുന്നത്. അതായത് നമുക്ക് വളരെ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? തണ്ണിമത്തനിലെ പഞ്ചസാരയെ നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈ ആണ്. അത് ശരിയാണ്. പക്ഷേ അതിലുള്ള ഫൈബർ, അതിലുള്ള വിറ്റാമിൻസ്, മിനറൽസ്, അസ് എ വോൾ ആ തണ്ണിമത്തനെ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ തണ്ണിമത്തനെടുത്ത് പിഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വെള്ളം, പഞ്ചസാര ലായനി മാത്രം കുടിക്കുമ്പോൾ നമുക്ക് വളരെ ഹാംഫുൾ ആയിരിക്കും. പക്ഷേ അസ് എ വോൾ നമ്മൾ വത്തക്ക കഴിക്കുകയാണ്, അതിൻ്റെ കുരുവൊക്കെ കഴിച്ച് മൊത്തത്തിലാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോൾ ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടേമാണ് ഗ്ലൈസെമിക് ഇൻഡെക്സും ഗ്ലൈസെമിക് ലോഡും എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുടെ ഗ്ലൈസെമിക് ലോഡും ഇൻഡെക്സും നമുക്കൊന്ന് നോക്കാം.
വൈറ്റ് റൈസ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന, രാവിലെ ഉച്ചയ്ക്ക് രാത്രി കഴിക്കുന്ന വൈറ്റ് റൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഗ്രെയിൻസിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആവറേജ് 70-75 ഇടയിലാണ് നിൽക്കുക. വളരെ ഹൈ ആണ്. അതായത് നമ്മൾ ചോറ് അല്ലെങ്കിൽ അരിഭക്ഷണം കഴിച്ചിട്ട് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ഹൈ ആവാൻ തുടങ്ങും. ഇതിന്റെ ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്നതും താരതമ്യേന റെഡ് കാറ്റഗറിയാണ്, വളരെ കൂടുതലാണ്. 50, 55, 60 വരെ പോകും. അത് വളരെ ഹൈ ആണ്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും തൊടാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് വൈറ്റ് റൈസ് ആണ്. വൈറ്റ് റൈസ് കൊണ്ടുള്ള പലഹാരങ്ങൾ, രാവിലെ നമ്മൾ ഉപയോഗിക്കുന്ന ദോശ, ഇഡ്ഡലി, പുട്ട്, വെള്ളയപ്പം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പ്രശ്നമാണ്. ഉച്ചയ്ക്ക് നമ്മൾ വൈറ്റ് റൈസ് കൊണ്ട് ചോറ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. വൈകുന്നേരം കഴിക്കുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും വൈറ്റ് റൈസ് കൺട്രോൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. കാരണം അത് നമ്മുടെ പഞ്ചസാരയുടെ അളവ് വളരെ ഹൈ ആയിട്ടാണ് നിർത്തുന്നത്. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് പ്രൊഡക്ഷൻ കൂട്ടും. അത് ഗ്രാജ്വലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. ഇത് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നാണ് വിളിക്കുക. പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവരായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ 30കളിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ. ഇവരാണ് 40ലോ 45ലോ 50ലോ ഡയബറ്റിസ് പേഷ്യൻസ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ വൈറ്റ് റൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ചപ്പാത്തിയിലേക്ക് വരാം. ഇവിടെയാണ് ചെറിയൊരു വിരോധാഭാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ചപ്പാത്തിയുടെ അല്ലെങ്കിൽ വീറ്റിന്റെ ഇത് അസ് എ വോളാണ് പറയുന്നത്. അതായത് ഗോതമ്പ് നമ്മൾ വാങ്ങി പൊടിച്ചുണ്ടാക്കുന്ന, അതിന്റെ തോലോട് കൂടിയിട്ടുള്ള ഗോതമ്പാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 55 ആണ്. 55, 50 ആ ഒരു റേഞ്ചിലാണ് വരിക. അപ്പോൾ വൈറ്റ് റൈസിൻ്റെ ഒരു 70 ആണ്. ഈ ഗോതമ്പിൻ്റെത് ഒരു 50-55 ആണ്. കുറച്ചൊരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും അത് ഹൈ ആണ്. 55 എന്ന് പറയുന്നത് വളരെ ഹൈ തന്നെയാണ്. പക്ഷെ ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെത് ഏകദേശം 28-30 ആ ഒരു റേഞ്ചിലാണ് വരിക. സ്റ്റിൽ ഇറ്റ്സ് വെരി ഹൈ. അതായത് ചോറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, വെള്ള അരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് കുറവാണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ഡേഞ്ചർ സോണിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി ഗോതമ്പ് കഴിക്കുമ്പോൾ വേറെ കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഗോതമ്പിന് ഒരു ഇൻഫ്ലമേഷൻ, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നീരുണ്ടാക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ കാരണം ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ്. അപ്പൊ ഈ ഗ്ലൂട്ടീന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സന്ധിവേദനകൾ ഉണ്ടാക്കുന്നത് കാരണവും, വയറ്റിൽ ബ്ലോട്ടിംഗ്, ബെൽച്ചിങ് പോലുള്ള ഗ്യാസ്, നമ്മൾ ഏമ്പൊക്കെ വിടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണവും, അതുകൂടാതെ മാനസികമായിട്ട് പോലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്ലൈസമിക് ഇൻഡെക്സും ലോഡും കുറയ്ക്കാൻ വേണ്ടി ചപ്പാത്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് അവിടെ വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഗോതമ്പിൽ കുറച്ചും കൂടി സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആണ്. പക്ഷെ എന്നിരുന്നാലും അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വ്യത്യാസത്തിന് വേണ്ടി ഗോതമ്പിലേക്ക് മാറുമ്പോൾ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ചേഞ്ചസ് ഗോതമ്പ് ഉണ്ടാക്കുന്നുണ്ട്. നീര് വരുത്തുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഗോതമ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള എല്ലാ ഡിസീസിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. സ്കിൻ ഡിസീസസ്. സ്കിൻ ഡിസീസ് എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. വിവിധ തരത്തിലുള്ള ഈവൻ ക്യാൻസർ പോലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസീസസിനെ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആയിട്ട് നമുക്ക് പെടുത്താൻ പറ്റും. അപ്പൊ നമ്മൾ വെള്ള അരിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നത് വലിയ മെച്ചമില്ലാത്ത ഗോതമ്പിനെയാണെന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബ്രൗൺ റൈസിനെ കുറിച്ചിട്ടാണ്. ഒരു 80% തവിട് അടങ്ങിയിട്ടുള്ള ബ്രൗൺ റൈസ് എന്ന് പറയുന്നതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് 50 ആണ്. അതായത് 70 ആയിരുന്നു വെള്ള അരിയുടേത്, ഇത് 50 ആണ്. ഇനി അതിന്റെ ഗ്ലൈസമിക് ലോഡാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഒരു 80% മുകളിലേക്ക് തവിട് അടങ്ങിയിട്ടുള്ള അരിയുടെ ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്നത് ഏകദേശം 18-20 ആണ്. അതായത് ചപ്പാത്തിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ കുറവാണെന്ന് കാണാം. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ കാണണം, നമ്മൾ വെള്ള അരിയെ റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് നമ്മുടെ നാട്ടിൽ സാധാരണയായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തവിട് കൂടിയ അരികളെ റീപ്ലേസ് ചെയ്ത് വെള്ള അരികളെ ആക്കി മാറ്റിയതാണ് നമുക്ക് ഷുഗർ വരാനുള്ള, പ്രമേഹം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പൊ നമ്മൾ അതിനെ ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് ചപ്പാത്തിയിലേക്കാണ് മാറുന്നത്. അപ്പൊ അതിനെക്കൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല എന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ബ്രൗൺ റൈസ് ഗ്ലൈസമിക് ലോഡ് ഇത്ര കുറവാണെന്ന് പറയുമ്പോൾ അതും ഒരു ഓറഞ്ച് കാറ്റഗറി ഒക്കെയാണ്. അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. നമ്മൾ ഓരോ ഭക്ഷണത്തെയും, ഓരോ പച്ചക്കറിയെ, പഴത്തെ, ഗ്രെയിൻസിനെ എടുത്തിട്ട് ഗ്ലൈസമിക് ലോഡ് എത്രയുണ്ട് എന്നുള്ളത് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ കേരള ഡയറ്റ് എന്ന് പറയുന്നതിന് ഒന്ന് നമുക്ക് ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എല്ലാ നേരവും വെള്ള അരികൾ വെച്ചിട്ടുള്ള കളിയാണ്. പച്ചരി എന്ന് പറയുന്നത് വെള്ളരി പെട്ടതാണ്. നമ്മുടെ ബസ്മതി റൈസ് പറയുന്ന അല്ലെങ്കിൽ ബിരിയാണി അരികളെല്ലാം ഇതിൽ പെട്ടതാണ്. നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന മട്ട അരി പോലുള്ള അരികൾ, നൂർജഹാൻ പോലുള്ള, പൊന്നി പോലുള്ള അരികളെല്ലാം വെള്ള അരിയിൽ പെട്ടിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് വളരെയധികം ഹൈ ആയിട്ടുള്ള അരികളിൽ പെട്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. എത്രത്തോളം വേഗത്തിൽ ഭക്ഷണം ഈ അരി പാചകം ചെയ്യാൻ പറ്റുന്നോ അതിനനുസരിച്ചിട്ട് ഗ്ലൈസെമിക് ഇൻഡെക്സും ഗ്ലൈസെമിക് ലോഡും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡയറ്റിലുള്ള പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനൊരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് നോക്കണം, ഗ്ലൈസെമിക് ലോഡ് നോക്കണം എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് അല്ലായിട്ട് ഈ ഡയറ്റ് മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരു പിരമിഡ്, ഒരു ട്രയാങ്കിൾ പിരമിഡ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. കാരണം പുട്ട്, ഇഡലി, ദോശ, വെള്ളയപ്പം, ഇടിയപ്പം അങ്ങനെയുള്ള കുറേ കൊഴുക്കട്ട അങ്ങനെയുള്ള സാധനങ്ങൾ, ചോറ്, കഞ്ഞി അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ നിറച്ചിട്ടായിരിക്കും ആ ട്രയാങ്കിളിന്റെ ബേസ്, കേരള ഡയറ്റിന്റെ ബേസ് ഉണ്ടാവുന്നത്. തൊട്ട് മുകളിൽ നമുക്ക് കുറച്ചും കൂടി പച്ചക്കറികൾ വരും, മീന്, ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇങ്ങനെ ഈ ട്രയാങ്കിൾ കൂർത്ത അഗ്രത്തിലേക്ക് പോകും തോറും ഏറ്റവും അവസാനമായിരിക്കാം ചിലപ്പോൾ പ്രോട്ടീന്, വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബർ. ഏറ്റവും താഴെയായിരിക്കാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് പേഷ്യൻസ് പ്രത്യേകിച്ച് ഈ ട്രയാങ്കിളിനെ തിരിച്ചു വെക്കണം. അവർ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് പ്രോട്ടീനാണ്, രണ്ടാമത് ഫൈബറാണ്, അത് കഴിഞ്ഞിട്ട് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആണ്. ഈ മൂന്നെണ്ണം ഡൊമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡയബറ്റീസ് പേഷ്യൻസിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് നാലാമത്തേതോ അഞ്ചാമത്തേതോ ആയിട്ടുള്ള പ്രയോറിറ്റി ആയിരിക്കണം കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ എന്തൊക്കെയായിരിക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്? ഫിഷ് ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ്. മുട്ട അതിൽ പെട്ടു, എല്ലാ മീറ്റുകളും പെട്ടു. നമ്മുടെ പയറുവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് ചെറുപയർ പോലുള്ള പയറുകൾ അതിൽ പെട്ടു, പയറുവർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ഗ്രെയിൻസും അതിൽ പെട്ടു. അത് തന്നെ മുളപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റിയ കുറച്ചും കൂടി ബെറ്ററായി. അപ്പോൾ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിശദമായിട്ടുള്ള, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്കൊരിക്കലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ പ്രോട്ടീൻ ഡയറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫൈബറാണ്. ഫൈബറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫൈബറിനെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിവില്ല. പക്ഷേ ഫൈബറിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈബർ നമ്മുടെ ശരീരത്തിൽ ബൾക്ക് ബിൽഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ്, പഞ്ചസാരയുടെ അളവ് പൊതുവെ കുറയും. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ വയറിൽ ഒരുപാട് മൈക്രോ ബാക്ടീരിയസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ ഓർഗാനിസംസ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. ഈ ഓർഗാനിസത്തിനെ, അതിന് സർവൈവൽ റേറ്റ് കൂട്ടുന്നത്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നത് ഫൈബറാണ്. അപ്പോൾ ഈ ഫൈബറാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൈക്രോ ഓർഗാനിസംസ് ശരിക്കും ഫീഡ് ചെയ്യുന്നതെന്ന് പറയാം. ഹൈ ഫൈബർ ഫുഡ് കഴിച്ചാൽ നന്നായിട്ട് വയറ്റുന്നു പോകുന്നതിന്റെ കാരണം ഇതാണ്. കാരണം ഡൈജഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കും. നിങ്ങൾ വാഴയുമായി ബന്ധപ്പെട്ട ഏത് പ്രൊഡക്റ്റ് കഴിച്ചു നോക്കൂ, കാമ്പ്, കൂമ്പ്, അതുപോലെ തന്നെ അതിന്റെ പച്ചക്കായായിട്ട് നമ്മൾ വറവുകളൊക്കെ കഴിക്കും, വാഴപ്പഴം കഴിക്കും. ഇത് വളരെ ഹൈ ഫൈബർ ആയിട്ടുള്ള, പ്രത്യേകിച്ച് അതിന്റെ കാമ്പ്, കൂമ്പ് വളരെ ഹൈ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണമാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിന് വളരെ ക്ലിയർ ആയിട്ട് പോകും. അതിന്റെ കാരണം ഡൈജഷൻ അത്രയും ക്വിക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നടന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇലക്കറികൾ കഴിച്ചു നോക്കൂ, ചീര, തകര, നമ്മുടെ സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെ ഇലകൾ നമ്മൾ കഴിക്കും. അതൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് ഇതേ പ്രോസസ്സ് നടക്കും. കാരണം ഹൈ ഫൈബർ ആയിട്ടുള്ള ഡയറ്റാണ് ഇതെല്ലാം. അപ്പോൾ ഹൈ ഫൈബർ ഡയറ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ പാലിക്കേണ്ട, പ്രത്യേകിച്ച് എല്ലാവരും പാലിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസ് പാലിക്കേണ്ട, വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പാലിക്കേണ്ട, ഒബേസ് ആയിട്ടുള്ള ആൾക്കാർ, PCOD ആൾക്കാർ, അസ്മാറ്റിക് കണ്ടീഷനുള്ള ആൾക്കാർ, സ്കിൻ ഡിസീസ് ആയിട്ടുള്ള എന്ത് കാറ്റഗറിയും, ഞാനിങ്ങനെ ഡിസീസ് എടുത്ത് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, ക്രോണിക് ആയിട്ടുള്ള, ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ എല്ലാവരും പാലിക്കേണ്ട ഒരു റൂളാണ് പ്രോട്ടീൻ റിച്ച്, ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആണ്. ഡയബറ്റീസ് പേഷ്യൻസ് പ്രത്യേകിച്ച് വിറ്റാമിൻസ് ആൻഡ് മിനറൽസിൽ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറയരുത്. കൃത്യമായിട്ട് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് കഴിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അവർക്ക് അബ്സോർപ്ഷൻ റേറ്റ് കുറവാണ്. നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് വേണ്ട വിറ്റാമിൻസ്, മിനറൽസ്, ഗ്ലൂക്കോസ് എത്താതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്.
അപ്പോൾ ഹൈ ആയിട്ട് നമുക്ക് വേണ്ട പ്രോട്ടീൻസും വിറ്റാമിൻസും മിനറൽസും കഴിച്ചാൽ മാത്രമേ നമ്മുടെ കോശങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോഷണം കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഡയറ്റിൽ പാലിക്കേണ്ട നിയമങ്ങളാണ്. അപ്പോൾ നിയമങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഓരോന്നോരോന്നായി എടുത്തിട്ട് ഫൈബർ റിച്ച് ഫുഡ് ഏതൊക്കെ കഴിക്കണം, ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. പോർഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് ഒരു പ്ലേറ്റ് എടുക്കുക, ആ പ്ലേറ്റിനെ 4ആയിട്ട് മുറിക്കുക. അതായത് 50-50 എന്നുള്ള രീതിയിൽ മുറിക്കുക. ആദ്യം 50% 2 ഭാഗമായിട്ട് മുറിക്കുക, പിന്നെ അതിനെ ഒന്നും കൂടി മുറിക്കുക. അപ്പോൾ 25% ഉള്ള 4 കളങ്ങൾ കിട്ടും. ഇതിൽ 20 അല്ലെങ്കിൽ 25% ഉള്ള ഒരു കളം മാത്രമേ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടുള്ളൂ. ഇതാണ് ഫസ്റ്റ് റൂൾ. അത് തന്നെ വെള്ള അരിയുടെ ചോറ് ഒരിക്കലും കഴിക്കാൻ പാടില്ല. പകരം ബ്രൗൺ റൈസ്, നന്നായിട്ട് ഒരു 60% മുകളിലേക്ക് തവിട് അടങ്ങിയിട്ടുള്ള അരികൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, മട്ട അരി എന്ന് പറയുന്നത് ബ്രൗൺ റൈസ് അല്ല. ചുണങ്ങുള്ള അരി എന്നുള്ള രീതിയിൽ, ചുവന്ന അരി എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങുന്നത് സെയിം റൈസ് തന്നെയാണ്, ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. തവിട് കൂടിയ അരികളെ അതിനെ കണ്ടുപിടിക്കുക എവിടെ നിന്നാണ് അത് കിട്ടുക എന്നുള്ളത്, അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. പച്ചരിയും അതുപോലെ തന്നെയാണ്, നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് തവിട് കൂടിയ അരിയിലേക്ക് മാറ്റാൻ പറ്റും. അതുകൂടി പരിശ്രമിക്കാം. അപ്പോൾ 25%, ഒരു പ്ലേറ്റിന് 25% മാത്രം കാർബോഹൈഡ്രേറ്റിൽ പോവുക. അത് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഈവനിങ് ഡിന്നർ, ഇതിലെല്ലാം പാലിക്കണം. ഇനി 75% ഉണ്ട്. അതിന് 50% നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രോപ്പർ പ്രോട്ടീൻ ഡയറ്റിലേക്കായിരിക്കണം. പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എന്തൊക്കെയാണ് വേറെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്നുള്ളത് റിസർച്ച് ചെയ്തിട്ട് അതിനെയും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങാം. പിന്നെ ഈ പ്രോട്ടീൻ 50% ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ എല്ലാ മീലിലും ഫോളോ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു മീലിൽ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് മീലിലെങ്കിലും 50% പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ ഉള്ള 25%ലേക്ക് നിങ്ങൾ വിറ്റാമിൻസ് ആൻഡ് മിനറൽസിനെ, പ്രത്യേകിച്ച് സാലഡ്സ് കഴിക്കാൻ, ഇലക്കറികൾ കഴിക്കാൻ, പച്ചക്കറികൾ കഴിക്കാൻ, റോ ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാം, വേവിച്ചിട്ടുള്ളത് കഴിക്കാം, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇതൊരു ബേസിക് ആയിട്ടുള്ള പ്രിലിമിനറി ആയിട്ടുള്ള ഒരു പോർഷൻ കൺട്രോൾ ആണ്. ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം, എക്സെപ്റ്റ് കാർബോഹൈഡ്രേറ്റിന്റെ ലെവലിൽ. കാർബോഹൈഡ്രേറ്റ് 25% നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നേരം കൂടുതൽ സാലഡ് കഴിക്കാം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് 25% കഴിക്കാം. മീനുള്ള ദിവസങ്ങളിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒമേഗ 3 ഉള്ള നല്ല ഫാറ്റി ഫിഷ് ആണ് നിങ്ങൾ കഴിക്കുന്നെങ്കിൽ, അയില, മത്തിയൊക്കെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ വറുത്തിട്ട് കഴിക്കാൻ പാടില്ല. പരമാവധി അതിനെ സ്റ്റീം ചെയ്തിട്ടോ കുക്ക് ചെയ്തിട്ടോ ആണ് കഴിക്കാം. മുട്ടയൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 50% സാലഡിലേക്ക് പോവാം, 50% ഫൈബറിലേക്ക് പോവാം. ഈ രീതിയിൽ വേണം പോർഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പോർഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ മാത്രമോ ഡിന്നർ കഴിക്കുമ്പോൾ മാത്രമല്ല, എപ്പോൾ എവിടെ വെച്ച് നിങ്ങൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഇതാണ് പോർഷൻ കൺട്രോളിന്റെ ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഡയറ്റിലുണ്ട്. അത് ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിൽ, യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ച് കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആയുർവേദത്തിലൊക്കെ ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറച്ചും കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് പണ്ട് കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പേരിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആയുർവേദ പ്രകാരം നമുക്ക് 3 അന്നകാലങ്ങളേ ഉള്ളൂ. അതായത് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഭക്ഷണം കഴിഞ്ഞു, പിന്നെ നമുക്ക് ഭക്ഷണമില്ല, വിശ്രമമോ മറ്റു കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്നു വിചാരിക്കാം, ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു വിചാരിക്കാം, ഡിന്നർ കഴിക്കുന്നത് അന്നത്തെ ദിവസം മൊത്തം കഴിഞ്ഞ് ഡിന്നർ കഴിക്കുന്നത് രാത്രി ഒരു 8 മണിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന സമയം കഴിച്ചിട്ടുള്ളൊരു സമയമുണ്ട്. നമ്മൾ രാത്രി ഒരു 10 മണിക്ക് ബെഡിൽ പോവാണ്, രാവിലെ 6 മണി വരെ ഉറങ്ങാണ്. ഇതിനെയാണ് ക്ലോസ്ഡ് വിൻഡോ എന്ന് പറയുക. ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. മറ്റേതിനെ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വിൻഡോനെ ഓപ്പൺ വിൻഡോ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഈറ്റിംഗ് വിൻഡോ എന്നാണ് പറയുക. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈറ്റിംഗ് വിൻഡോനെ കുറച്ച് കൊണ്ടുവരിക, ക്ലോസ്ഡ് വിൻഡോനെ കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ എന്ത് വേണം, രാത്രി ഭക്ഷണം നിങ്ങൾ പരമാവധി വേഗത്തിൽ നേരത്തെ കഴിക്കുക. ഒരു 7 o'clock നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് തന്നെ കഴിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണവും ഒരു എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് നല്ലോണം വിശന്നതിന് ശേഷം കഴിക്കുക. ഇപ്പോൾ ഒരു 8 മണിക്കൂറാണ് നിങ്ങൾക്ക് വിൻഡോ, ക്ലോസ്ഡ് ആയിട്ടുള്ള വിൻഡോ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ 10, 15, 16 മണിക്കൂറിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിന് വലിയ ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറയാനുള്ള ഒരു കാരണമായിട്ട് അത് മാറും.
അമിതവണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് കുറയാൻ അത് ഹെൽപ്പ് ചെയ്യും. അതിനേക്കാൾ ഉപരി നമ്മുടെ ശരീരം, നമുക്ക് വിശപ്പ് വരുമല്ലോ, നമ്മുടെ വയറ്റിൽ ഭക്ഷണം ഇല്ലാത്തൊരു സമയത്ത് ബ്രെയിൻ ആദ്യം വിശപ്പ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കും. കുറേ സമയം ബ്രെയിൻ വെയിറ്റ് ചെയ്യും. കുറേ സമയം വിശന്നിട്ടും നമ്മൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വിശപ്പങ്ങ് അപ്രത്യക്ഷമാവും. നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, വിശന്ന് എൻ്റെ വിശപ്പ് ഇല്ലാണ്ടായി എന്ന് പറയും. എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം വരാനില്ല എന്നുള്ളൊരു ധാരണ ബ്രെയിനിന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റ് ആയിക്കോട്ടെ, ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, വിറ്റാമിൻസ് ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനത്തിനെയും ശരീരം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. ബ്രെയിൻ അങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോൾ നമ്മൾ സ്റ്റൊമക്കിനെ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യും. തൽക്കാലം നീ വർക്ക് ചെയ്യണ്ട, ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തത് എടുത്തോളാം എന്ന് പറയും. അപ്പോൾ ഈ മെക്കാനിസം ഡയബറ്റീസ് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ബ്ലഡിൽ വളരെയധികം ഗ്ലൂക്കോസ് കെട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള അത്രയും സമയം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയ ഉപകാരം നിങ്ങളുടെ ശരീരത്തിന് ചെയ്യുന്ന പോലെ ആയിരിക്കും അതുണ്ടാവുക. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഗ്ലൈസമിക് ലോഡിനെ പ്രധാനമായിട്ട് കാണാം. നമ്മുടെ വെളുത്ത അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. സയൻറ്റിഫിക് ആയിട്ട് വേണം എല്ലാ റെസിപ്പീസും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മില്ലറ്റ്സ് കൂടുതൽ കഴിക്കാം. അത് മില്ലറ്റ്സിൽ തന്നെ ചിലതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലുള്ളതുണ്ട്. അപ്പോൾ എപ്പോൾ മില്ലറ്റ്സ് വാങ്ങുമ്പോഴും അറ്റ്ലീസ്റ്റ് ഗൂഗിളിലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക ഇതിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോന്നും യൂസ് ചെയ്യാൻ. ഗ്രെയിൻ ഫ്രീ ഫുഡിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായി മാറാൻ പറ്റിയാൽ ഇതിനപ്പുറം മെച്ചപ്പെട്ടൊരു കാര്യം വേറെയില്ല. അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരം മാത്രം ഗ്രെയിനുള്ള, അതായത് ധാന്യങ്ങളുള്ള ഒരു ഭക്ഷണശീലത്തിലേക്ക് മാറാൻ പറ്റിയാൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് യു ക്യാൻ ടേക്ക്. ഉച്ചയ്ക്ക് മാത്രം അരിയോ ഗോതമ്പോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു ധാന്യമുള്ള ഭക്ഷണത്തിലേക്ക് മാറി ബാക്കിയുള്ള 2 നേരവും മറ്റ് ഭക്ഷണത്തിലേക്ക് മാറാൻ പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന എല്ലാ ധാന്യങ്ങളും അതിൻ്റെ പുറം തോട് കളഞ്ഞ് അതിൻ്റെ ഫൈബറും വിറ്റാമിൻസും മിനറൽസും ഒക്കെ കളഞ്ഞിട്ട് വെറും പഞ്ചസാര മാത്രമുള്ളതാണ് കഴിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് വീറ്റിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് വോൾ വീറ്റാണ്. നിങ്ങളിപ്പോൾ ഒരു പാക്ക്ഡ് ആയിട്ടുള്ള ആട്ടപ്പൊടി വാങ്ങിയിട്ടാണ് ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് അരിയേക്കാൾ എത്രയോ മുകളിലായിരിക്കും. കാരണം അത് അവർ ഡീഹസ്ക് ചെയ്ത് അതിൻ്റെ തോല് കളഞ്ഞിട്ട് പൊടിക്കുന്നതായിരിക്കും ഈ പറയുന്ന ആട്ടപ്പൊടികളെല്ലാം. കാരണം എന്താ വെച്ചാൽ അതിന് ഹയർ ആയിട്ടുള്ള ടേസ്റ്റ് തോന്നണം, അത് കുഴയ്ക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം, ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈദയാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. പൊറോട്ടയുടെ കാര്യമൊന്നും പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല. നോൺ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സൂപ്പർ എന്താ പറയുക ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഡയബറ്റീസ് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ട് മീറ്റ്, മുട്ട, ഫിഷ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കുക്കിംഗ് മെത്തഡോളജീസ് നന്നായിട്ട് മാറ്റേണ്ടതുണ്ട്. മേ ബി നമ്മൾ ഒരിക്കൽ പ്രോട്ടീനെ കുറിച്ചൊക്കെ പറയാമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കൽ ഫിഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ മീറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരിക്കലും നമ്മൾ കറി വെക്കുന്നത് പോലെയോ ഫ്രൈ ചെയ്യുന്നത് പോലെയോ ഡയബറ്റീസ് പേഷ്യൻസ് ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം അവരുടെ ട്രൈഗ്ലിസറൈഡ് ലെവലുകളും ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ എല്ലാ തരത്തിലുള്ള ഓരോ പോയിന്റ്സും ആൾട്ടേർഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നത്തിലേക്കോ മറ്റ് സന്ധിവേദനകൾ പോലുള്ള പ്രശ്നത്തിലേക്കോ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെത്തേഡ്സ് മാറ്റണം, പക്ഷെ പ്രോട്ടീൻ കൂട്ടണം, പ്രോട്ടീൻ വളരെയധികം കഴിക്കണം. മാത്രമല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു കാര്യം. വെള്ളം കുടിക്കുന്നതിലും ഒരു തരത്തിലുള്ള ഉപേക്ഷയും ഉണ്ടാവരുത്. ധാരാളം വെള്ളം കുടിക്കണം. എല്ലാ മീലിനു മുന്നേയും അര ഗ്ലാസ്സെങ്കിലും ഒരു കവിളെങ്കിലും വെള്ളം കുടിക്കാൻ പറ്റിയാൽ അത് വളരെ നന്നായിരിക്കാം. അപ്പോൾ ഞാൻ ഫുഡിനെ കുറിച്ചിട്ട് ഒരു കോംപ്രഹെൻസീവായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് വേഗമായിട്ട് പറഞ്ഞുപോയി. അപ്പോൾ കുറച്ച് ധാരണ നിങ്ങൾക്ക് ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് കടക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ഇത് ഒരുപാട് നീണ്ടുപോകുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കാറ്റഗറി കടക്കുകയാണ്. രണ്ടാമത്തേത് ഉറപ്പായിട്ടും എക്സസൈസ് ആണ്. അപ്പോൾ ആദ്യത്തെ നിങ്ങൾ ഫുഡ് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും, രണ്ടാമത്തെ എക്സസൈസ് എന്നുള്ളതും ഗസ് ചെയ്തിട്ടുണ്ടാവും. എക്സസൈസിലും ഇതുപോലെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. സാധാരണ നമ്മുടെ ഡോക്ടർമാർ ഡയബറ്റീസ് പേഷ്യൻസിനോട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നടക്കാൻ പോകണം കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നടക്കുക? എല്ലാ ദിവസവും നമ്മുടെ മുറ്റത്തൂടെയോ, പ്രത്യേകിച്ച് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ പുറത്തു പോകാൻ നമ്മുടെ നാട്ടിൽ മടിയായിരിക്കാം. കുറച്ച് പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർ മുറ്റത്തൂടെ ഒന്ന് നടക്കും. അല്ലെങ്കിൽ കുറേ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടാവും. ഇത് ശരിക്കും ഒരു പ്രോബ്ലമാണ്. കാരണം നടത്തം എന്ന് പറയുന്നത് വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ട് നിങ്ങൾ നടക്കുന്നതായിരിക്കുക. കിലോമീറ്റേഴ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു എക്സസൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പോലും പറ്റുള്ളൂ. ഓട്ടത്തിനെയല്ല പറയുന്നത്, ജോഗിങ്ങിനെയല്ല പറയുന്നത്. നടക്കുക എന്നുള്ളത് നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെക്കാനിസം മാത്രമാണ്. അതൊരു എക്സസൈസ് അല്ല. ബോഡീനെ നമ്മൾ പുഷ് ചെയ്യുന്നില്ല.
ഞാൻ പറയുന്നത് നടത്തം മോശമാണെന്നല്ല, പക്ഷെ നടത്തം കൊണ്ട് മാത്രം എല്ലാം ആകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് കുറച്ച് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്, ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഏത് തരത്തിലുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് എന്നുള്ളതാണ്. വെയ്റ്റ് ട്രെയിനിങ് എന്നാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കാറുള്ള വാക്ക്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നുള്ളത് തന്നെയാണ്. വെയ്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഭാരം എടുക്കുക എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഭാരം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരാൻ പോകുന്നത് ജിമ്മിൽ പോകുന്നു, വലിയ ഉരുക്കിന്റെ സാധനങ്ങൾ ഷോൾഡറിലൊക്കെ വെച്ചിട്ട് എടുക്കുന്നു, കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഡംബൽസ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നു, അതൊക്കെ ആയിരിക്കും. നോ, അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ നിലത്ത് കിടന്ന് നിങ്ങളുടെ കാല് മുട്ടുമടക്കാതെ നേരെ പൊക്കി അതിനെ ഫുൾ പവർ എടുത്തിട്ട് താഴേക്ക് വീണു പോവാതെ പതുക്കെ 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 താഴേക്ക് കൊണ്ടുവരുന്നത് പോലും റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്, വെയ്റ്റ് ട്രെയിനിങ് ആണ്. നിങ്ങളുടെ കാലിന്റെ ഭാരം നിങ്ങൾ നിങ്ങളുടെ വയറിലെ പേശികളെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഞാൻ എളുപ്പത്തിൽ കുറച്ചും കൂടി മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ പറയാം. സ്ക്വാട്ടിങ്സ്, അതായത് കുത്തിയിരുന്ന് എഴുന്നേൽക്കുന്നു. നിങ്ങൾ എവിടെയും പിടിക്കാതെ കുത്തിയിരുന്ന് എഴുന്നേൽക്കാമെന്ന് വിചാരിക്കാം. അതും നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് തന്നെയാണ്. അപ്പോൾ ഭാരമെടുക്കുന്ന രീതിയിലുള്ള ജിമ്മിൽ പോയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകളിലേക്ക് തന്നെ നിങ്ങൾ പോകണം എന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ. നമ്മൾ ഇരുന്നിട്ടോ കിടന്നിട്ടോ നിന്നിട്ടോ ഉള്ള എക്സസൈസുകൾ തന്നെ ഇതിന് ധാരാളമാണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ മസിൽസിനെയാണ്. ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് മസിൽ വീക്ക്നെസ് ആണ്. അതായത് മസിൽസിന്റെ ബലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസിന് വർക്ക് ചെയ്യാൻ ധാരാളം ഗ്ലൂക്കോസ് വേണം, അല്ലെങ്കിൽ എനർജി വേണം. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് ബ്ലഡിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് നമ്മുടെ മസിൽസിലേക്ക് എത്തുന്നില്ല, വിറ്റാമിൻസ് എത്തുന്നില്ല, മിനറൽസ് എത്തുന്നില്ല, പ്രധാനമായിട്ടും ഗ്ലൂക്കോസ് എത്തുന്നില്ല. അപ്പോൾ എത്താണ്ടിരിക്കുമ്പോൾ തന്നെ മസിൽസിന് വീക്ക്നെസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഫാറ്റിക് ആയിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, പഴയതുപോലെ വർക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നും, വെയിറ്റ് എടുക്കാൻ പറ്റാത്ത പോലെ തോന്നും, സന്ധിവേദനകൾ തോന്നും, ടെൻഡനൈറ്റിസ് എന്ന് പറയുന്ന കുറേ അസുഖങ്ങൾ വരും. ടെൻഡനൈറ്റിസ് എന്ന് പറയുമ്പോൾ ഉപ്പൂറ്റി വേദനകൾ വരും, അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ മണിബന്ധ സന്ധി എന്നൊക്കെ പറയില്ല, അവിടെയൊക്കെയുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോം, ഡീക്രുവൻസ് ഡിസീസ്, ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. മസിൽ പെയിൻസ് വരും, മസിൽ ക്രാംപ്സ്, മസിൽ പിടിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം അങ്ങനെ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വരും. ഇതിൽ മസിലിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേറെയും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലാണ്. പാൻക്രിയാസിൽ ബീറ്റ സെൽസും ആൽഫ സെൽസും ഒക്കെ ഉണ്ട്. ആ സെല്ലുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊരു എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഓർഗൻ എന്ന് പറയുന്നത് മസിലാണ്. ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് മസിലാണ്. നമുക്ക് വേറെ ഒരു അവയവത്തിനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് വലിയ രീതിയിൽ ടോൺ ചെയ്യാനോ മാറ്റം വരുത്താനോ നമുക്ക് പറ്റില്ല. നല്ല ഭക്ഷണം കഴിച്ചാൽ ശരിയാണ്, നമ്മുടെ ലിവറും കിഡ്നിയൊക്കെ മെച്ചപ്പെടും, അത് ശരിയാണ്. പക്ഷേ എക്സസൈസ് ചെയ്തതിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മസിലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഇമ്പാക്റ്റിലോ നമുക്ക് ഇതിനൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ മസിൽ അസ് ആൻ ഓർഗൻ ഭയങ്കര അഡാക്റ്റീവ് ആയിട്ടുള്ള ഓർഗനാണ്. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മസിൽ നന്നായിട്ട് മെച്ചപ്പെടും. നമ്മൾ ജിമ്മിൽ പോയി ഇങ്ങനെ വലിയ കട്ട പോലെ മസിൽ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയും അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ നമ്മൾ കൊടുക്കുന്നു, നല്ല എക്സസൈസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ്ഡ് ആവും. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഒരു എൻഡോക്രൈൻ ഓർഗനെയാണ് നമ്മൾ ഉദ്ദീപിപ്പിക്കുന്നത്, മെച്ചപ്പെടുത്തുന്നത്. രണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള മാക്സിമം ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പ്രഷറാണ് ബോഡിക്ക് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയനെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ മസിൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. നടക്കുമ്പോൾ നമ്മുടെ കാലിലെ മസിൽസ്, തുടയിലെ മസിൽസ് ഇമ്പ്രൂവ് ചെയ്യും, ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് വേണ്ട എക്സസൈസുകൾ ആവില്ല. പ്രത്യേകിച്ച് നമ്മുടെ കോർ മസിൽസ് എന്ന് നമ്മൾ വിളിക്കുന്ന മസിലുകളുണ്ട്, നമ്മുടെ ഉടലിലുള്ള പ്രധാനപ്പെട്ട വലിയ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രധാനപ്പെട്ട എക്സസൈസുകൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇന്ന് തന്നെ നടക്കുന്നൊന്നും ഒഴിവാക്കൊന്നും വേണ്ട, നടത്തവും വേണം, അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള എക്സസൈസുകളും വേണം.
ഞാനിതിനോടുകൂടി എടുത്തു പറയാൻ, അതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. അതും വളരെയധികം മസിൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന എക്സസൈസുകളാണ്. യോഗ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ട്രെച്ചിങ് എക്സസൈസ് പ്ലസ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് ആണ്. അതുകൊണ്ട് യോഗ ഒരു കോംപ്രഹെൻസീവ് പാക്കേജ് ആണ് ഡയബറ്റിസ് പേഷ്യൻസിന് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോപ്പറായിട്ട് ഇൻറ്റൻസ് ആയിട്ട് നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ അസുഖത്തിനും ഏജിനും ഒക്കെ അനുസരിച്ച് സെലക്റ്റീവായിട്ട് നിങ്ങൾ യോഗ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാജിക്കൽ റിസൾട്ട്സ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഒരേ സമയം സ്ട്രെച്ചിങ്, ആ മസിൽസിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും പ്രധാനമാണ് സ്ട്രെച്ചിങ്, അതും അവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല രീതിയിലുള്ള വെയ്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ട്, കാർഡിയോ എക്സസൈസും കിട്ടുന്നുണ്ട്, ഹൃദയത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടിച്ചേരുമ്പോൾ യോഗയായി. യോഗ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. യോഗയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലാത്ത രീതിയിലുള്ള വെയ്റ്റ് ട്രെയിനിങ്ങും സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടത് കൺസിസ്റ്റൻസി ഈസ് ദ കീ. അതായത് ഡിസിപ്ലിനായിട്ട് എല്ലാ ദിവസവും തുടർച്ചയായി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ താക്കോല്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെയ്തു, അല്ലെങ്കിൽ 3-4 ദിവസം ചെയ്തു, പിന്നെ ഒരു 3-4 ദിവസം റെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെ കൊണ്ട് വലിയ കാര്യമില്ല. കുറച്ചേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞതിനേക്കാൾ ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് ഒരു 20 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും അരമണിക്കൂറായാലും 2 മണിക്കൂറായാലും എല്ലാ ദിവസവും അത് പാലിച്ചു പോകാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് എക്സസൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ രണ്ടാമത്തെ പില്ലർ എന്ന് പറഞ്ഞ എക്സസൈസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് തേർഡ് പില്ലറിലേക്ക് ഞാൻ പോവാം. അത് നിങ്ങൾ ഒരിക്കലും ഗസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു പില്ലറാണ്. അതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടി, ഒരു ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്യാനുണ്ട്. സമത ആയുർവേദയിൽ ഞങ്ങൾ ഈ 4 പില്ലേഴ്സിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ക്യൂറിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയാണ്. ഡയബറ്റീസ് ആണ് ഞങ്ങളുടെ ഫോക്കൽ പോയിന്റ് എന്നുണ്ടെങ്കിലും അതിൽ മറ്റ് അസുഖങ്ങൾ വരുന്നുണ്ട്. PCOSകൾ വരുന്നുണ്ട്, ഹൈപ്പർ ലിപ്പിഡീമിയ പോലുള്ള അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള അവസ്ഥകൾ വരുന്നുണ്ട്, ഒബേസിറ്റി വരുന്നുണ്ട്, ഫാറ്റി ലിവർ പോലുള്ള പ്രീ ഡയബറ്റിസ് കണ്ടീഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ പുറമെ ഡയബറ്റീസ് ഒന്നും വരാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡീനെ, നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്കും ഈ ഒരു പാക്കേജിനെ, ഈ ഒരു കോംപ്രഹെൻസീവ് പ്രോഗ്രാമിനെ ചൂസ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറേ ചികിത്സകൾ ചെയ്യാന്നുള്ളതല്ല. ചികിത്സ ഉണ്ടാവും, ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനും അതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാനുള്ള ചികിത്സ ഉണ്ടാവും. അതിനേക്കാൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് നോളജിനാണ്, എഡ്യൂക്കേഷനാണ്. ഒരു വ്യക്തി ഒരാഴ്ചയോ 5 ദിവസമോ 10 ദിവസമോ ഇനി പോട്ടെ 1 മാസം തന്നെ ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിച്ച് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞങ്ങളതിനെ കെയർ ചെയ്താലും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പഴയ ശീലങ്ങളിലേക്കോ പഴയ കാര്യങ്ങളിലേക്കോ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടിനെ നമുക്ക് നിലനിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് പാക്കേജാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ബിയോണ്ട് ബാലൻസ് എന്നുള്ള പേരിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം. ബിയോണ്ട് ബാലൻസ് എന്നാണ് അതിൻ്റെ പേര്. ഈ വീഡിയോൻ്റെ അവസാനം അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പ്രമേഹ രോഗികളിൽ നമ്മൾ ചികിത്സയിൽ ഒരിക്കലും നമ്മൾ ആരും പറയാത്ത എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് മെൻ്റൽ ഹെൽത്ത്. അതിന് വേണമെങ്കിൽ സ്ട്രെസ്സ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയാവുന്നതായിരിക്കും കുറച്ചും കൂടി കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനോ അതിനെ മാനേജ് ചെയ്യാനോ പറ്റില്ല എന്നുള്ളത് അണ്ടർലൈൻഡ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രമേഹം ഉണ്ടാവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഇനി പ്രമേഹമുള്ളവരിൽ വളരെ സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ റീസൺസ് ഉണ്ട്. പ്രമേഹ രോഗികളിൽ പൊതുവേ സ്ട്രെസ്സ് കൂടാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ATP അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആവശ്യമുള്ള ഒരു ഓർഗനാണ്. അപ്പോൾ അതിനിങ്ങനെ നിരന്തരം എനർജി സപ്ലൈ നമ്മുടെ ബ്ലഡിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൽ എന്താ സംഭവിക്കുന്നത്, ഈ എനർജിയെ നമുക്ക് അവിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബ്രെയിനിന് വേണ്ട എനർജി കിട്ടാണ്ടിരിക്കുമ്പോൾ ഓവർ ആക്ടിവേഷൻ ഓഫ് നെർവ് സിസ്റ്റമാണ് അവിടെ ഉണ്ടാവുന്നത്. അത് നമ്മുടെ സ്ട്രെസ് റെസ്പോൺസ് സെൻറ്ററിനെ കൂടുതലായിട്ട് പുഷ് ചെയ്യുകയും നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ കാരണം എവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ബ്രെയിൻ ഇതിനെ എന്താ പറയുക സെൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഏത് ജീവിയും ഒന്ന് ഭയപ്പെടും അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, അതിന് വേണ്ട ഭക്ഷണം നിങ്ങൾ കൊടുത്തില്ല വിചാരിക്കാം,
അതിനാകെ ആകെ വെപ്രാളം വന്നിട്ടുണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കും, അത് ഓടി നടക്കും, അത് നമ്മൾ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഇത് കിച്ചണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ വന്നിട്ട് അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇത് ഓവർ ആക്ടിവേഷൻ ഓഫ് സ്ട്രെസ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാണ്. പ്രമേഹ രോഗികളിൽ ബ്രെയിനിന് വേണ്ട എനർജി കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ എൻറ്റയർ ബോഡീനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എൻറ്റയർ ബോഡീനെ അത് പല വിധത്തിൽ ബാധിക്കും. നിങ്ങൾ വളരെ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വയറിൽ റെസ്പോൺസ് വരും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാനൊരു എക്സാം എഴുതാൻ പോവുകയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് ന്യൂസ് ഞാൻ കേൾക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് വയറിളകും, അല്ലെങ്കിൽ എനിക്ക് ഛർദ്ദിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്, ബ്രെയിൻ എന്ന് പറയുന്നത് ശരീരത്തിലെ എല്ലാ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ, മോഡേൺ സയൻസിന്റെ ഒരു വ്യൂ പോയിന്റിലുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഓരോ ഓർഗനെയും ഓരോ ഇൻഡിവിജ്വൽ ഓർഗനായിട്ടാണ് എടുക്കുന്നത്. ഓരോ സിസ്റ്റത്തിനെയും, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇങ്ങനെ ഓരോ സിസ്റ്റം ആയിട്ടാണ് എടുക്കുന്നത്. ഓരോ സിസ്റ്റത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ആ സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസിന് അതിന് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല, കോ എക്സിസ്റ്റിങ്ങും കൂടിയാണ്. അതായത് പരസ്പര സഹായത്തോട് കൂടിയിട്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. നിങ്ങളുടെ വയറ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ശരിയല്ല, മെന്റൽ ഹെൽത്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ വയറ് ശരിയല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി. ആ ഒരു സിസ്റ്റം ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ശരിയായിരിക്കില്ല, വയറ് ശരിയായിരിക്കില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സിസ്റ്റം പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എല്ലാ സിസ്റ്റവും കംപ്ലൈൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡയബറ്റീസിൽ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്. അത് ബ്രെയിനിനെയും ബാക്കി എല്ലാത്തിനെയും ബാധിക്കുന്നത് പോലെ തന്നെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ച് നമ്മുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിനെ ബാധിക്കുന്ന കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അത് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ആണ്. നമ്മുടെ ഡയബറ്റീസ് വരുന്ന ഒരാളെ സംബന്ധിച്ച് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും. ചിലപ്പോൾ സന്ധികളിലായിരിക്കും, ചിലപ്പോൾ മസിൽസിലായിരിക്കും, ചിലപ്പോൾ നെർവ് സിസ്റ്റത്തിലായിരിക്കും, ചിലപ്പോൾ ബ്രെയിനിലായിരിക്കും. ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനെ അത് ഓവറായിട്ട് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ തുടങ്ങും. നമ്മൾ ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ആയിട്ടായിരിക്കും നമ്മളതിനെ കാണുക, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില സമയത്ത് നമ്മൾ വളരെ ഹാപ്പി ആയി നിൽക്കേണ്ടത്, വളരെ ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങളിൽ നമുക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല, നമുക്കൊരു ഒന്നും ഫീൽ ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവും. വളരെ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവുന്ന, വളരെ ഇമോഷണൽ ആവുന്ന, കരയുന്ന, അക്രമപരമായിട്ട് പെരുമാറുന്ന തരത്തിലേക്കൊക്കെ ചില ആൾക്കാർ മാറും. ഇതുമൊക്കെ പ്രമേഹവുമായി ബന്ധപ്പെട്ടിട്ട് കൂടി അതിനൊരു എഫക്റ്റ് ഉണ്ടെന്ന് പറയാനാണ് ഞാനിതൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി നമ്മുടെ പ്രമേഹ രോഗികളുടെ ബോഡിയിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇൻസുലിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറഞ്ഞാൽ, ഇൻസുലിൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ തൊഴിലാളിയാണ്, അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെ ബ്ലഡിൽ നിന്നെടുത്ത് കോശങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ വർക്ക്. അപ്പോൾ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി, ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം, പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫാറ്റ് സെല്ലിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് ഇൻസുലിൻ്റെ ജോലിയാണ്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഇത് സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലാതായി വരും. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലാണ്ടായി വരുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാറ്റ് സെല്ലുകളിലേക്ക് ഇൻസുലിൻ പിന്നെയും ഗ്ലൂക്കോസ് കൊണ്ടുപോയി കൊടുക്കും. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന അവസ്ഥയിൽ ഒരു സമയത്തുമ്പോൾ ഈ ഫാറ്റ് സെല്ല് പരമാവധി വലുപ്പത്തിലേക്ക് വരികയും അതിന് ഇനി ഒരു തരി പോലും ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും, ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ ഫാറ്റ് സെല്ലുകൾ ഇൻസുലിനോട് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട, ഇനി ഇങ്ങോട്ടേക്ക് ഞാൻ കടത്തി വിടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു. ഇതിനെയാണ് ബേസിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രമേഹ രോഗികൾ, പ്രത്യേകിച്ച് അമിതവണ്ണമുള്ള പ്രമേഹ രോഗികൾ നല്ല രീതിയിൽ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളുടെ ഉൽപ്പാദനം വളരെയധികം താഴേക്ക് പോകും. ഒന്ന് ഡോപ്പമൈനാണ്, രണ്ട് സെറോട്ടോണിനാണ്. സെറോട്ടോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളിലാണ് അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സന്തോഷം, മൂഡ് സ്വിങ്സ്, അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയാണ് ഡോപ്പമൈൻ പ്രത്യേകിച്ച് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. 2, സെറോട്ടോണിൻ തന്നെ പ്രത്യേകിച്ച് എഫക്റ്റ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റിനെയാണ്, നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥേനെയാണ്. പിന്നെ കുറച്ചെങ്കിലും അത് വേദനകൾ സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി, വേദനകൾ നമുക്ക് മറക്കാനൊക്കെയുള്ള കപ്പാസിറ്റിയിലേക്കും ഇത് രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോണുകൾ ഈ രീതിയിൽ ഇല്ലാണ്ടാവുന്നതും സ്ട്രെസ്സിനെ വളരെയധികം കൂട്ടുന്നതിനുള്ള ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോയത്
പ്രമേഹ രോഗികളിൽ സ്ട്രെസ്സ് കൂടാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടാണ്. ഓട്ടോമാറ്റിക്കലി തന്നെ അവരുടെ ശരീരത്തിൽ സ്ട്രെസ്സ് കൂടാനുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള കാരണം അവിടെയുണ്ട്. ഇനി ഇതിന്റെ കൂടുതൽ അവർ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മെന്റൽ ഫാക്കൽറ്റി ഉള്ള ഒരാളാണെന്നും കൂടെ ഉണ്ടെങ്കിലോ, അതായത് ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ പശ്ചാത്തലം എന്ന് പറയുന്നത് സപ്പോർട്ടീവ് അല്ല, അവർക്ക് അതിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ട്, അവരുടെ പാർട്ട്ണർ നല്ല സപ്പോർട്ടീവ് അല്ല, അവർക്ക് ചിലപ്പോൾ എക്കണോമിക്കലായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. അതും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് ഇവർ പോകാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. അപ്പോൾ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ഇനി വളരെ എന്താ പറയുക സ്ട്രോങ് ആയി നിൽക്കുന്ന മെന്റൽ ടെൻഷൻ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും പ്രമേഹം ഉണ്ടാവുന്ന സമയത്ത് അവരെ കുറച്ചത് ബാധിക്കാൻ സാധ്യതയുണ്ട്, മെന്റലി ആയിട്ടുള്ള ഇഷ്യൂസ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ട് ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ മെന്റൽ ഹെൽത്തിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനൊരു മരുന്ന് കൊടുത്തിട്ടല്ല നമ്മളതിനെ, സൈക്കാട്രിക് മരുന്നുകൾ കൊടുത്തിട്ടല്ല അതിനെ മാനേജ് ചെയ്യേണ്ടത്. എങ്ങനെ നിങ്ങൾക്ക് സ്വയം ഈ മെന്റൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മെന്റൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാണ്, റിവേഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ശരിക്കും ബോഡിയിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ പോലുള്ള ടെക്നിക്കുകൾ, റിലാക്സേഷൻ ടെക്നിക്കുകൾ, ഈവൻ എക്സസൈസ് ചെയ്യുമ്പോൾ പോലും റിലാക്സേഷൻ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നു വിചാരിക്കാം, അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു മെന്റൽ റിലാക്സേഷൻ കൂടി കിട്ടും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഹോർമോണൽ പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് മെന്റൽ റിയാക്ഷൻ കിട്ടും. അപ്പോൾ ഇത് ഈ പറയുന്ന 3 പില്ലേഴ്സ്, മെന്റൽ ഹെൽത്തും കൂടി അത് ഇൻക്ലൂഡഡ് ആയിട്ടില്ല, ഡയറ്റ്, എക്സസൈസ്, മെന്റൽ ഹെൽത്ത് എന്നുള്ള 3 പില്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് 4th പില്ലർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപക്ഷെ കുറേയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിലും ഞങ്ങളെ പോലുള്ള ആയുർവേദ ഡോക്ടർമാരുടെ ഹെൽപ്പോട് കൂടി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് ആയുർവേദ ട്രീറ്റ്മെന്റ്സ്. അപ്പോൾ ഈ ആയുർവേദ ട്രീറ്റ്മെന്റിന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ 3 പില്ലേഴ്സിനെ വളരെയധികം ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ആയുർവേദ ട്രീറ്റ്മെന്റ് കിടക്കുന്നത്. അവിടെ തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ ആയുർവേദത്തിന്റെ പവറും കിടക്കുന്നത്. ഭക്ഷണം എന്നുള്ള കാര്യത്തിൽ എടുക്കുമ്പോൾ ആയുർവേദത്തിന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് പ്രമേഹ രോഗികൾക്ക് കൊടുക്കാനുണ്ട്. എക്സസൈസിന്റെ കാര്യത്തിൽ കൊടുക്കാനുണ്ട്, യോഗയിലൂടെയും മറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിലൂടെയൊക്കെ കൊടുക്കാനുണ്ട്. ഇനി മെന്റൽ ഹെൽത്തിന്റെ കാര്യം കൊടുക്കാനുള്ളപ്പോൾ മെഡിറ്റേഷനിലൂടെ കൊടുക്കാനുണ്ട്, പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിലൂടെ കൊടുക്കാനുണ്ട്, ഡിഫറെന്റ് മെത്തഡോളജീസിലൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് എ കോംപ്രഹെൻസീവ് പാക്കേജ് ഫോർ ഡയബറ്റീസ്, നോട്ട് ജസ്റ്റ് ഫോർ ഡയബറ്റീസ്, എല്ലാ ഡിസീസിനും, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ആയുർവേദം ഒരു കോംപ്രഹെൻസീവ് പാക്കേജ് ആണ്. ഇപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നു എന്ന് വിചാരിക്കാം, അതിന് പോലും പ്രമേഹ രോഗികളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എൻഡോർഫിൻസ് എന്ന് പറയുന്ന, നമ്മൾ മസാജ് ചെയ്യുമ്പോൾ, നമ്മുടെ മസിൽസിൽ മസാജ് ചെയ്യുമ്പോൾ എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എൻഡോർഫിൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സിനെ വളരെയധികം കുറക്കുന്ന, വേദനകളെ മറക്കാൻ സഹായിക്കുന്ന, നമുക്കൊരു നല്ല മൂഡ്, വളരെ നല്ലൊരു ഹാപ്പിനെസ് തരാൻ സാധ്യതയുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ബെറ്റർ എക്സസൈസ് ചെയ്യാൻ ആ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുന്നത് മസാജ് ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യണമെന്നല്ല, ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയുർവേദത്തിൽ പ്രമേഹത്തിനെ കുറിച്ചിട്ടുണ്ട്. 20 തരം പ്രമേഹങ്ങളെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആയുർവേദം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളതിനെ കോറിലേറ്റ് ചെയ്യുകയും അതിൻ്റെ കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് ഫോളോ ചെയ്യുകയും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയും ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ശതമാനം പ്രമേഹത്തെ നമുക്ക് മരുന്നുകളെ ഡിപ്പെൻഡഡ് അല്ലാതെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും. മരുന്നുകളെ ഡിപ്പെൻഡ് അല്ലാതെ ഒരു അസുഖത്തെ പിടിച്ചു നിർത്തിയാൽ ദാറ്റ് മീൻസ് വി ആർ ക്യൂറിങ്, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനർത്ഥം മോശം ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രമേഹം തിരിച്ചു വരില്ല എന്നല്ല. കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പാറ്റേണിൽ, കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് പാറ്റേണും മെന്റൽ ഹെൽത്തിനെയൊക്കെ മാനേജ് ചെയ്ത് ആയുർവേദം പറയുന്ന രീതിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റു മരുന്നുകളില്ലാതെ, ഇൻസുലിൻ ഇല്ലാതെ, ഉള്ളിലേക്ക് കഴിക്കുന്ന ഗുളികകളില്ലാതെ നമുക്ക് ഡയബറ്റീസിനെ അവിടെ മൂക്ക് കയറിട്ട് നിർത്താൻ പറ്റും എന്നുള്ളതാണ് ആയുർവേദ ട്രീറ്റ്മെന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് വരും, യോഗ വരും, മെഡിറ്റേഷൻ വരും, കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് വരും. അതുപോലെ തന്നെയാണ് എന്താ പറയുക, ചിലപ്പോൾ കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യം വരും. എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരും. ഡയബറ്റീസിനെ പിടിച്ചു കെട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് മാജിക് ഒന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡായി, ശാസ്ത്രീയമായി, കുറച്ചും കൂടി ഡിസിപ്ലിനോട് കൂടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഡയബറ്റീസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ
ഈ കാര്യങ്ങളൊക്കെ പാലിച്ച് ഹെൽത്തിയായി മുന്നോട്ട് പോകാനുള്ള ആശംസകൾ നേരാണ്. ബിയോണ്ട് ബാലൻസ് എന്നുള്ള പേരിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അവസാനം ഞങ്ങൾ ചേർക്കുന്നുണ്ട് എന്തായാലും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ എപ്പിസോഡുകൾ പോഡ്കാസ്റ്റ് ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് മ്യൂസിക്കിലും അതുപോലെ സ്പോട്ടിഫൈയിലും ചേർക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് കേൾക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ടൈം.